ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമുക്കിന്നൊരു അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴുത്ത അവക്കാഡോ എടുത്ത് വെച്ചിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ ഉണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, പാലുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഈ അവക്കാഡോ പഴുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. അവക്കാഡോ പഴുത്തത് എങ്ങനെയാണെന്ന് നോക്കുന്നത് വെച്ചാൽ അതിൻ്റെ തണ്ട് ഇങ്ങനെ അമർത്തുമ്പോൾ അതിനകത്തേക്ക് കയറി പോവുകയാണെങ്കിൽ നമുക്ക് പാകത്തിന് പഴുപ്പുള്ള അവക്കാഡോ ആണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ അവക്കാഡോയുടെ കളറെല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് ഏതാ പഴുത്തത് ഏതാ പച്ചെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഴുത്തത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് അവക്കാഡോ ഒന്ന് ചെത്തിയെടുക്കാം. അവക്കാഡോ കട്ട് ചെയ്യുന്നതിനൊരു പ്രത്യേക സ്റ്റൈലുണ്ട് കേട്ടോ. ഇതിങ്ങനെ കണ്ടോ, വട്ടം കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ആഴത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സീഡിൽ കത്തിക്കൊള്ളുന്ന അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം 2 സൈഡിലേക്കും ഒന്ന് തിരിക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി. ഇനി ഇതിൻ്റെ ഈ ഒരു സീഡ് നമുക്ക് ഇതുപോലെ കത്തി വെച്ചൊന്ന് തെന്നിച്ചിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ പൾപ്പ് ഭാഗം ഉണ്ടല്ലോ, അവക്കാഡോയുടെ ആ ഒരു മാംസളമായ ഭാഗം, നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ മാംസളമായ ഭാഗം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഇങ്ങനെ കോരിയെടുക്കുക. ഒട്ടും ഷേപ്പ്ലെസ് ആവാതെ തന്നെ നമുക്കത് കിട്ടും. കണ്ടോ, അതിൻ്റെ തോലിൽ നിന്ന് അടർന്നു മാറി നമുക്ക് അവക്കാഡോയുടെ മാംസളമായ ഭാഗം കിട്ടും. വളരെ പ്രോട്ടീൻസ് ഉള്ള ഒരു സംഭവം കേട്ടോ അവക്കാഡോ. ഇത്തിരി വില കൂടുതലാണ്, എങ്കിൽ കൂടിയും ഇടയ്ക്കൊക്കെ ഇതൊരു ഷേക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് നല്ലതായിരിക്കും. ഒരു ടേസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കണമെന്ന് തോന്നുമ്പോൾ 2 അവക്കാഡോ വാങ്ങിക്കുക, ഇതുപോലെ ഒരു ഷേക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കസ്റ്റർഡ് പൗഡർ വെച്ചിട്ട് ഒരു കസ്റ്റർഡ് മിൽക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് കസ്റ്റർഡ് പൗഡർ നമ്മളിവിടെ എടുക്കുന്നത്. പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ കസ്റ്റർഡ് പൗഡറൊക്കെ ചേർക്കില്ലേ, അതുപോലെ തന്നെ കസ്റ്റർഡ് പൗഡർ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത ശേഷം 1/2 കപ്പ് അളവിൽ പാല് ഒഴിച്ചു കൊടുക്കാം. തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ ചേർത്ത ശേഷം ചെറുതീയിൽ വെച്ച് ഒന്ന് കുറുക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്ത് കസ്റ്റർഡ് പൗഡർ വിട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. മിക്സ് ചെയ്ത് ചേർത്ത ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ചെറുതീയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കേണ്ടതുണ്ട്. കയ്യിലെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം, ഒന്ന് തണുക്കാൻ വെക്കാം. തണുത്ത ശേഷമാണ് നമ്മളിത് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ഇത് ഉണ്ടാക്കി വെച്ച് തണുക്കാൻ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം അവക്കാഡോ നന്നാക്കി എടുത്താലും മതിയാവും. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. തണുത്ത ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ അവക്കാഡോ ഒക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാരയുടെ അളവ് വളരെ കുറവ് മതി. അത്യാവശ്യം നല്ല മധുരമാണല്ലോ കണ്ടൻസ്ഡ് മിൽക്കിന്. അപ്പോൾ നമുക്ക് ഒരു 4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പോളം പാലുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം, ജ്യൂസാക്കി എടുക്കാം. ഇനി നമുക്ക് ഷേക്ക് അടിച്ചെടുക്കാം. നന്നായി അരച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ അരച്ചെടുക്കുക. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിൽ കിട്ടുന്നത് വരെ നല്ല പോലെ അരച്ചെടുക്കുക. പെട്ടെന്ന് ഇത് അരഞ്ഞ് കിട്ടും നമുക്ക്. അവക്കാഡോ വളരെ ഈസി ആയിട്ട് പൊടിഞ്ഞ പോലെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് നമുക്കിനി ഗ്ലാസ്സിലേക്ക് പകർത്താം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവക്കാഡോ ഷേക്കാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കാരണം ഇതൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ വരും. ഒരു ഫ്ലേവർ വ്യത്യാസമുണ്ട്, അവക്കാഡോയുടെ ഫ്ലേവർ ആ ഒരു ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത്. നല്ല രുചിയായിട്ട് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കുക, വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രമേ ഉണ്ടാവട്ടെ.